50 വർഷത്തിലേറെയായി ചിത്രകല രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചത് കൊച്ചിൻ ഉസ്കോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. ഈ കൊച്ചിൻ ഉസ്കോപ്പേഴ്സ് സ്ഥാപിച്ചത് ആർട്ടിസ്റ്റ് രാമൻ എന്ന് പറഞ്ഞ ഒരു ചിത്രകാരനാണ്. അദ്ദേഹം കൽക്കട്ട കോളേജ് ഓഫ് ആർട്സിൽ കാലത്ത് ചിത്രകല അഭ്യസിച്ച് അവിടെ നിന്ന് ഷാദിയിൽ പോയി കുറേ നാളെ ചിത്രകല അഭ്യസിച്ചു. അതിനുശേഷം നാരായണ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഒരു കൊച്ചിൻ ഉസ്കോപ്പേഴ്സ് സ്ഥാപിക്കുകയായിരുന്നു. നാരായണ ഗുരുവാണ് ഇദ്ദേഹത്തിന് കൽക്കട്ടയിൽ ശാന്തിനികേതനം പറഞ്ഞയച്ചു. ഇതിൻ്റെ മകനായിരുന്ന M.R. ദത്തൻ, M.R. ബാബുറാം എന്നിവരാണ് എൻ്റെ ശരിക്കുള്ള ഗുരുക്കന്മാർ. M.R. ബാബുറാം ഡൽഹിയിൽ പൗര്യൻസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നൊരു സ്ഥാപനം സ്ഥാപിക്കുകയും അതിൽ ആർട്ടിസ്റ്റായിട്ട് ഞാൻ 20 വർഷത്തോളം ഡൽഹിയിൽ വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഡൽഹിയിലുള്ള കേരള പൗര്യൻ, പഞ്ചാബ് പൗര്യൻ, ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള നിരവധി പൗര്യങ്ങൾ, വിദേശ പൗര്യങ്ങൾ പെയിൻറ്റിങ്ങുകൾ, സ്കൾപ്ചറുകളൊക്കെ ചെയ്തു. 50 വർഷത്തെ ഈ പരിചയം ചിത്രകലയിൽ ഞാൻ പല രംഗങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പല മീഡിയത്തിലും എല്ലാ മീഡിയങ്ങളിലും വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒരു 20 വർഷത്തോളമായിട്ടാണ് ഞാനിങ്ങനെ അവതാർ പെയിൻറ്റിങ് എന്ന ഒരു സീരീസിലേക്ക് ചിത്രം വരക്കാൻ തുടങ്ങിയത്. ഇതിന് പ്രചോദനം എന്ന് പറഞ്ഞാൽ മഹാഭാരതം, രാമായണം ഇതിൽ നിന്നുള്ള പഠനവും ഇന്ത്യൻ മൊത്തം സഞ്ചരിച്ച് അജന്ത, എല്ലോറ, അരബീട്, പേരൂര് ഇങ്ങനെയുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഉണ്ട്. അതിലൊന്നും ഇങ്ങനെയുള്ള രീതി ആവിഷ്കരിക്കാനുള്ള സ്വാധീനം ഉണ്ടായി. ഇത് ശരിക്കും ഇന്ത്യൻ ചിത്രകലയുടെ പൂർണ്ണമായിട്ടുള്ള സ്വാധീനം, പല എല്ലാ മേഖലയിലുള്ള ഇന്ത്യൻ ചിത്രകലയുടെ സ്വാധീനം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫോക്ക് ആർട്ടിസ്റ്റുകളുടെ സ്വാധീനമുണ്ട്. പിന്നെ കേരളത്തിൻ്റെ മ്യൂറൽ, കഥകളി, തെയ്യം, ചിറ, ഇങ്ങനെയുള്ള എല്ലാ കളമെഴുത്ത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്വാധീനം എൻ്റെ ചിത്രങ്ങളിലുണ്ട്. കേരളത്തിൻ്റെ കളർ സ്കീമാണ് ഇത്ര ഷാർപ്പായിട്ടുള്ള ചുവപ്പ്, പച്ച, നീല ഉള്ള കളർ സ്കീം. അതതിനാണ് ഞാൻ ചിത്രങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ അവതാർ സീരീസ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ്ങിൽ കൃഷ്ണനാണ് എൻ്റെ പ്രധാന സബ്ജക്റ്റ്. കൃഷ്ണൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രങ്ങളുടെ എണ്ണമില്ല. പിന്നെ ജീസസിൻ്റെ അത്താഴം അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ, എറണാകുളം, കൊച്ചി, കേരളത്തിലായിട്ടുള്ള കുറച്ച് ചർച്ചകളും ചെയ്തിട്ടുണ്ട്. ഈ അവതാർ പെയിൻറ്റിങ് വരക്കുമ്പോൾ എന്നെ ആദ്യം സ്വാധീനിച്ചത് ജാനിനി റോയ് എന്ന ജങ്കാടി ചിത്രമായിരുന്നു. അദ്ദേഹം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം, ജാമിനി റോയ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ വിപുലമായി കേരള ഇന്ത്യൻ ഫോക്ക് ആർട്ട്, ബംഗാളി ഫോക്ക് ആർട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് മറ്റു കേരള കലകളിലേക്കൊക്കെ ഇത്തിരി എത്തിയത്. പിന്നെ എൻ്റെ ചിത്രങ്ങളിൽ കണ്ണ് വളരെ വലുതായിട്ട്, ശരീരം ചെറുതായിട്ടും ഒരു പ്രത്യേക ആംഗിളിലാണ് ഞാൻ ചിത്രീകരിക്കുന്നത്. ഈ ആംഗിള് ഞാനായിട്ട് കണ്ടുപിടിച്ചത് കണ്ട നിലവിലാണ്. ആഫ്രിക്കൻ കലാരൂപങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള ശില്പങ്ങളൊക്കെ ധാരാളമുണ്ട്. എന്നാൽ ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ അപൂർവമായിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഇത് പലരും ആവശ്യത്തിൻ്റെ രീതി തന്നെയാണ്. അതിൽ എൻ്റെ പ്രത്യേക രീതിയിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ കലാരൂപങ്ങളുടെയും സ്വാധീനവും അതിനകത്തുനിന്ന് ചിത്രത്തെ രീതിയിൽ മാത്രമാണിത്. ഞാൻ എൻ്റെതായിട്ട് ഒന്ന് പറയാനുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഞാൻ
ഈ ഡൽഹിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ കുറേ നാൾ ഇവിടുത്തെ കേരളത്തിലുള്ള ആർക്കിടെക്ട്സുകളുടെ മറ്റുള്ള മക്കളായിരുന്നു. കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടത്. അവിടെ മുഴുവൻ ഫ്ലക്സ് പ്രിൻറ്റിങ് ആയിരുന്നു, കൈകൊണ്ട് വരക്കുന്ന ചിത്രങ്ങളൊക്കെ ഇല്ലാതായി. അപ്പോഴാണ് കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. കേരളത്തിൽ വന്ന് ആർക്കിടെക്ട്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്താൽ എനിക്ക് തുടങ്ങിയപ്പോൾ കുറച്ച് നാൾ ഫോട്ടോ വെച്ച് കടപ്പുറത്ത് വരുന്ന ചെറിയ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി ആദ്യമായി. അപ്പോഴത്തേക്ക് ഈ ശൈലി ഏതാണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് കടപ്പുറത്തെ അവിടുത്തെ ബെഞ്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും വിദേശികൾ വന്ന് ചിത്രങ്ങൾ ചെറിയ വിലക്ക് വാങ്ങിക്കാൻ തുടങ്ങിയവരും ഇങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ മാർക്കറ്റിലേക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡേവിഡ് ഹാളിലേക്ക് മാറി. ഡേവിഡ് ഹാളിൻ്റെ വിശ്വത്ത് അവിടെ ഇരുന്ന് വരക്കാനുള്ള സൗകര്യം ഗാലറി അല്ല, അവിടെ ഒരു സ്റ്റുഡിയോ സൗകര്യം പോലെ എനിക്ക് ഒരുക്കി തന്നു. അവിടെ വളരെ ഫലം ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്നതാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ജൂട്ടമുള്ള സിനഗോഗിൻ്റെ നേരെ മുമ്പിലുള്ള ഈ ഗാലറി അധികാരികൾ ശരിപ്പെടുത്ത രീതിയിൽ ഇവിടെ പണ്ടുതൊട്ട് എൻ്റെ പെയിൻറ്റിങ്ങൾ വിൽപ്പന ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. പണ്ട് എന്നോട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അന്ന് ഇത്ര പറ്റിയ സൗകര്യങ്ങൾ കൂടി ഇല്ലായി, വളരെ മോശപ്പെട്ടൊരു അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇവിടെ വളരെ സുന്ദരമാക്കിയ ഒരു തെരുവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിരുന്ന് വരക്കാനുള്ള പ്രചോദനം ഈ തെരുവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തെരുവിൻ്റെ ഭംഗിയുണ്ട് ഇവിടെ പോകുന്നവൻ. ഗാലറി എന്ന് പറയാനും പറ്റില്ല, സ്റ്റുഡിയോ എന്ന് പറയാനും പറ്റില്ല, അല്ലാത്തൊരു രീതിയിലുള്ള ഒരവസ്ഥ. ഒരു വർഷത്തിലേറെ ഇവിടെ നിൽക്കുന്ന വരക്കുന്ന